ഷാഫിഈ ഇമാം സൂഫികളെ എതിർത്ത് സംസാരിച്ച വാക്കുകൾ അനേകമുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾക്ക് ഇത്രയും കേട്ടെന്ന് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ, അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിലുള്ള ആഴത്തിലുള്ള അറിവ് നോക്കൂ നിങ്ങൾ. അദ്ദേഹം പറയാൻ വലൗ അന്ന റജുലൻ തസവ്വഫ അവ്വല അൻ-നഹാർ ലാ യഅതി അദ്-ദുഹർ ഹത്താ യകൂന അഹ്മഖ്. ഒരു മനുഷ്യൻ രാവിലെ സൂഫി മാർഗത്തിൽ പ്രവേശിച്ചാൽ ളുഹറാകുമ്പോഴത്തേക്ക് അവനൊരു ഹംഖായിട്ടുണ്ടാവും. ഇമാം ഷാഫി പറഞ്ഞ വാക്കാണ്. എത്ര ഹക്കാണ് പറഞ്ഞത്. ഇന്ന് പറയുന്നുണ്ടല്ലോ പഴയ കാലത്ത് ഒരു സൂഫിസ്റ്റ് ഉണ്ടായിരുന്നു. ഇമാം ഷാഫി ആരും വേർതിരിവന്നെ കൊടുക്കുന്നില്ല. ഒരുത്തൻ രാവിലെ സൂഫി ആയാൽ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് 100% ഹംഖായിട്ടുണ്ടാവും. അതല്ലാതെ ഒരു വഴി അവന്റെ മുന്നിലില്ല. കാരണം ബുദ്ധിയുള്ള ഒരാൾക്ക് ഇതിൽ നിൽക്കാൻ പറ്റൂല. അദ്ദേഹം തന്നെ പറഞ്ഞു മാ ലസിമ അഹദുൻ സൂഫിയ്യത 40 യൗമൻ ഫആദ ഇലൈഹി അഖ്ലുഹു അബദ. ഒരു മനുഷ്യൻ സൂഫികളുടെ മാർഗത്തിൽ 40 ദിവസം കണ്ടിന്യൂസ് ആയി തുടർച്ചയായി തുടർന്നാൽ പിന്നെ അവന്റെ ബുദ്ധി തിരിച്ചു വരില്ല. അതൊരു ബുദ്ധി പോയിട്ടുണ്ടാവും. ഇത്ര ഹക്കാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ ദീനിനെയും നിങ്ങളുടെ ദുനിയാവിനെയും നിങ്ങളുടെ പരലോകത്തെയും നിങ്ങളുടെ സ്വർഗത്തെയും നിങ്ങളുടെ ആഖിറത്തെയും നിങ്ങളുടെ ഈമാനിനെയും നിങ്ങളുടെ ഇസ്ലാമിനെയും നിങ്ങളുടെ നന്മകളെയും സൽക്കർമ്മങ്ങളെയും മര്യാദകളെയും സൽസ്വഭാവങ്ങളെയും സംസ്കാരത്തെയും നന്മയായി പറയാവുന്ന എന്തൊക്കെയുണ്ടോ അതിനെയെല്ലാം തകർത്ത് കളയുന്ന വിഷമാണ് സൂഫിസം എന്നത്. അതാകട്ടെ ആ ചെളിക്കുണ്ടിന്റെ ഓരത്ത് നിന്നുള്ള ചില വൃത്തികേടുകൾ മാത്രമാണ് ഇതുവരെ ഖാസിമി ഛർദ്ദിച്ചിട്ടുള്ളൂ. അതെല്ലാം പറഞ്ഞിട്ടില്ല. അയാൾ അതിന്റെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ആ ചെളിക്കുണ്ടിലുള്ളത് മുഴുവൻ പുറത്തേക്ക് അയാൾ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഗൗരവം എന്താണ്. അത്ര വലിയ വൃത്തികേടാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ വരെ സപ്പോർട്ട് ചെയ്യാൻ നടക്കണം. എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ തകർക്കണം? ഈ സാധനം പ്രചരിച്ചാൽ മതി. ഇപ്പൊ ഈ കോഴിക്കോടൊക്കെ സദസ്സുകൾ ഉണ്ടാക്കുകയാണ്, സൂഫി സദസ്സുകൾ. എന്താ ഈ സദസ്സിലുള്ളത്? പാട്ടുംപാടി ഇങ്ങനെ ചാനും ചെരിച്ചിരിക്കുകയാണ്. തനിച്ച കുഫറിലേക്കാണ് നയിക്കുന്നത്. നിങ്ങളുടെ ദുനിയാവും തകരും, ആഖിറവും തകരും. അതുകൊണ്ട് സഹോദരങ്ങളെ കരുതിയിരിക്കുക, അവനവന്റെ അഖീദ കാത്തു സൂക്ഷിക്കുക, ഇസ്ലാമിലായി മരിക്കുക. അള്ളാഹു പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ യഥാരൂപത്തിൽ സൂക്ഷിക്കുക, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. ഇസ്ലാം എന്ന് പറഞ്ഞ റസൂൽ പഠിപ്പിച്ചതാണ്. അതിലല്ലാതെ നമ്മൾ മരിക്കാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുക, ഹൃദയത്തെ അള്ളാഹുവിന്റെ ദീൻ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അള്ളാഹുവിന്റെ ദീൻ ഉറപ്പിച്ചു നിർത്തണേ. ഈ ജാതി ളലാലത്തുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് റബ്ബേ എന്നെ ഫിത്നകൾ അകപ്പെടുത്തരുതേ. ദുആ ചെയ്യുക, നന്നായി പ്രാർത്ഥിക്കുക, ദീന് പഠിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദീന് പഠിക്കുക, നന്നായി പഠിക്കുക. കാരണം ദുനിയാവ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഈ ഇവിടെയുള്ള ദുനിയാവ് കുറച്ചു കാലമാണ്. പരലോകം അങ്ങനെയല്ല. അത് പോയി ഇല്ലാതെയായി കഴിഞ്ഞാൽ അനന്തമായ അവസാനമില്ലാത്ത ജീവിതമാണ് നഷ്ടപ്പെടുക. അത് നഷ്ടപ്പെടുത്തരുത്.